ഹായ് ഗൈസ്. സോ ബ്ലോക്ക് സ്കോപ്പിൽ നമ്മൾ ലെറ്റും കോൺസ്റ്റും വാറും എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അത് ES6 നിന്ന് EX വന്ന മേജർ ചേഞ്ചസ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി വാർ വേഴ്സസ് ലെറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റിലുള്ള അനദർ ഹ്യൂജ് ഡിഫറൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ജാവാ സ്ക്രിപ്റ്റിൽ വേരിയബിളിനെ റീഡ് പ്ലസ് ഇനീഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. സോ ഈ നമ്മൾ മുമ്പ് എഴുതിയ കൂടെ ഞാൻ ഫുൾ കമൻറ്റ് ഔട്ട് ചെയ്യണം, അത് ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഫസ്റ്റ് console.log എഴുതാണ്. console.logൽ ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വേരിയബിളാണ്. ആ വേരിയബിളിന് നമ്മൾ യൂസർ നെയിം എന്ന് പറഞ്ഞ് കൊടുക്കുക തൽക്കാലം. ഓക്കെ, പക്ഷേ ആ വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിവിടെ തൽക്കാലം അടിയിൽ ഡിഫൈൻ ചെയ്യാണ്, വാറിട്ട് ഡിഫൈൻ ചെയ്യാണ്. വാർ യൂസർ നെയിം ഈക്വൽ ടു ഞാൻ സച്ചിൻ തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തോന്നുന്നുണ്ടാവും, യൂസർ നെയിം ഡിക്ലെയർ ചെയ്തതിന് മുമ്പാണല്ലോ നമ്മൾ കൺസോൾ ലോഗ് ചെയ്തത്, ഇത് വർക്ക് ആകുമോ എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. ഒന്ന് റീലോഡ് ചെയ്യാം. ബേസിക്കലി നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ അൺഡിഫൈൻഡ് എന്നാണ് വരുന്നത്. ഓക്കെ, സോ വാർ ഉപയോഗിച്ച് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടൊന്നും കിട്ടില്ല, പക്ഷെ നമുക്ക് ഇവിടെ കിട്ടുന്നത് അൺഡിഫൈൻഡ് എന്ന് കിട്ടുക. അപ്പോൾ എന്തുകൊണ്ട് സച്ചിൻ പ്രിൻ്റ് ആവില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺഡിഫൈൻഡ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇതേ ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ലെറ്റ് കൊടുത്തോക്കാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ലേറ്റർ ഓൺ. തൽക്കാലം ലെറ്റ് വെച്ച് കൊടുത്തോക്കാം, നമുക്ക് ഇപ്പോഴെന്താ വരണമെന്ന് ചോദിക്കാം. ഓക്കെ, ഒന്ന് സേവ് ചെയ്യുക, എന്നിട്ടൊന്ന് റീലോഡ് ചെയ്യുക. എറർ വന്നു, യൂസർ നെയിം ആക്സസ് ചെയ്യാൻ പറ്റില്ല, കനോട്ട് ആക്സസ് യൂസർ ബിഫോർ ഇനീഷ്യലൈസേഷന് മുമ്പ് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നു. ഓക്കെ, ഇപ്പോൾ കോൺസ്റ്റ് യൂസ് ചെയ്താലും നമുക്ക് ഇതേ എറർ മെസ്സേജ് തന്നെ കിട്ടും, കനോട്ട് ആക്സസ് യൂസർ നെയിം ബിഫോർ ഇനീഷ്യലൈസേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് മെയിൻ ഡിഫറൻസ്. ഇത് എന്തുകൊണ്ടാണ് നടക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരാണ് ഹോസ്റ്റിംഗ്. ഓക്കെ, സോ ഇതിൻ്റെ ബിഹൈൻഡ് ദി സീൻസ് കൺസെപ്റ്റ് എങ്ങനെയാണ് ഹോസ്റ്റിംഗ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോസ്റ്റിംഗ് എന്താണെന്ന് പറയുമ്പോൾ ബ്രൗസർ അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ നിങ്ങളുടെ സ്ക്രിപ്റ്റ് ലോഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഫുൾ സ്ക്രിപ്റ്റ് സ്കാൻ ചെയ്യും. ഓക്കെ, ഫങ്ഷൻസ്, ഡിക്ലറേഷൻസ് പോലുള്ള കാര്യങ്ങൾ അത് രജിസ്റ്റർ ചെയ്യും. ചില ഡിക്ലറേഷൻസ് മുകളിലേക്ക് മൂവ് ചെയ്ത പോലെ അത് ബിഹേവ് ചെയ്യും. അതാണ് ഹോസ്റ്റിംഗ്. ഇവിടെ നമ്മുടെ കേസിൽ വാർ അത് ഹോസ്റ്റിംഗ് നടക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് വാർ സ്പെഷ്യൽ ബിഹേവിയറാണ്, അത് ഹോസ്റ്റിംഗ് ചെയ്യും വാർ. ഓക്കെ, വാറിനോട് JS എഞ്ചിൻ ചെയ്യുന്ന ട്രിക്കാണിത്. ഡിക്ലറേഷൻ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യും, പിന്നെ ഇനീഷ്യൽ വാല്യൂ ആയി അതിനെ അൺഡിഫൈൻഡ് അസൈൻ ചെയ്യും. സോ JS എഞ്ചിൻ ഇൻവിസിബിളി ഇതുപോലെ ബിഹേവ് ചെയ്യും. ഓക്കെ, ഇപ്പം നമ്മളിവിടെ വാർ യൂസർ നെയിം കൊടുത്തു. ഇത് വർക്ക് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബിഹൈൻഡ് സീൻസ് എങ്ങനെ നടക്കണമെന്ന് വെച്ചാൽ ഞാനിവിടെ എഴുതാം. ഫസ്റ്റ് വാർ അല്ല, ഓക്കെ, ഇത് നമ്മൾ എഴുതി, ഇത് ഞാൻ കമൻറ്റ് ഔട്ട് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത് കോഡ് റൺ ചെയ്താൽ ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് വാർ യൂസർ നെയിം എന്ന് എഴുതും, ഡിക്ലെയർ ചെയ്യും. അതിനുശേഷം എന്ന് വെച്ചാൽ console.log വരും. ഓക്കെ, അതിനുശേഷമാണ് ആ യൂസർ നെയിം ഈക്വൽ ടു സച്ചിൻ എന്ന് വരിക. വരും. ഓക്കെ, സോ ഇനീഷ്യലി ഇവിടെ വെച്ചാൽ ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്നു, ഹോസ്റ്റിനോടൊപ്പം ഇനീഷ്യലൈസ് ചെയ്യുന്നു. അത് അൺഡിഫൈൻഡ് ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നു. പിന്നെ കൺസോൾ ലോഗ് എന്ന് പറയുമ്പോൾ ഇത് അൺഡിഫൈൻഡ് ആണ് നടക്കുന്നത്. ഞാനിവിടെ മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വരാം. ഹോസ്റ്റഡ് പ്ലസ് ഇനീഷ്യലൈസ്ഡ് ടു അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞ് എഴുതി. ഇവിടെ എന്ന് വെച്ചാൽ അൺഡിഫൈൻഡ് ആണ് പ്രിൻറ്റ് ചെയ്യുക, കാരണം അൺഡിഫൈൻഡ് തന്നെയാണ്. ഇവിടെയാണ് അസൈൻമെൻറ്റ് ഹാപ്പൻസ് ഹിയർ. സോ ഇതാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ കോഡ് റൺ ചെയ്തപ്പോൾ എറർ ഒന്നും കിട്ടാണ്ടിരുന്നത്. കാരണം ബിഹൈൻഡ് ദി സീൻസ് അത് ഇങ്ങനെയാണ് നടക്കുന്നത്, ഹോസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എറർ കിട്ടാണ്ടിരുന്നത്, പകരം ഔട്ട്പുട്ട് അൺഡിഫൈൻഡ് ആയിട്ട് വരാൻ കാരണം. ഓക്കെ, ലെറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റ് ബേസിക്കലി ഹോസ്റ്റിംഗ് അത് വർക്ക് ആവില്ല. സോ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഹോസ്റ്റിംഗ് ലെറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റ് ടെക്നിക്കലി ഉണ്ടാകും, പക്ഷേ ഡിഫറൻസ് വെച്ചാൽ ഡിക്ലറേഷൻസ് രജിസ്റ്റർ ചെയ്യും, ബട്ട് വാല്യൂ അസൈൻ ചെയ്യില്ല. ഇനീഷ്യലൈസേഷനിൽ വരും വരെ ബേസിക്കലി അത് എന്താ പറയുക, ടെമ്പററി ഡെഡ് സോൺ പോലെയാണ് ആക്ട് ചെയ്യുക. സോ console.log യൂസർ നെയിം ആദ്യം കൊടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുക, ലെറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എറർ അടിക്കും. സോ എഞ്ചിൻ പറഞ്ഞു വെച്ചാൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനീഷ്യലൈസ് ആയിട്ടില്ല, അതിന് മുമ്പ് ആക്സസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ബേസിക്കലി എറർ കനോട്ട് ആക്സസ് ബിഫോർ ഇനീഷ്യലൈസേഷൻ എന്നുള്ള നമുക്ക് എറർ അടിക്കും, കാരണം നമ്മൾ ലെറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റ് യൂസ് ചെയ്യുന്ന ടൈമിൽ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തോന്നും വാർ ഇത് ഫീച്ചർ പോലെ തോന്നാം, വാറിൻ്റെ ഫീച്ചർ പോലെ തോന്നാം. സോ ലെറ്റിന് കോൺസ്റ്റിനേക്കാളും
എന്തുകൊണ്ടാണ് ബെറ്റർ, ലെറ്റും കോൺസ്റ്റന്റ് എന്തുകൊണ്ടാണ് ബെറ്റർ ആവുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ ആക്ച്വലി ഇത് നമുക്ക് കോഡ് കുറച്ചുകൂടി കൺഫ്യൂസിങ് ആണ് നമ്മൾ വാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇമാജിൻ ഫയലിൻ്റെ ബോട്ടമിൽ വേരിയബിൾ, നമ്മുടെ കയ്യിൽ കുറേ കോഡ് ഉണ്ട്, അതിൽ ബോട്ടമിലാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് വയ്ക്കുക, ടോപ്പിൽ കൺസോലോഗ് ചെയ്തിട്ടുണ്ടെന്ന് വയ്ക്കുക. പിന്നെ ഡെവലപ്പറായ നമ്മൾ വായിക്കുന്ന ടൈമിൽ യൂസർ നെയിം എവിടെ നിന്നാണ് വരുന്നത് എന്ന് സംശയം വരും. അപ്പോൾ ഫുൾ ഫയൽ സെർച്ച് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. സോ ലെറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് നിങ്ങളെ ഫോഴ്സ് ചെയ്യും ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യുക എന്നിട്ട് യൂസ് ചെയ്താൽ മതി എന്ന്. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ അവിടെ ഇവിടെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും, യൂസ് ചെയ്യും, ഒരു പ്രോപ്പർ ഫോർമാറ്റ് ഒന്നും ഉണ്ടാവില്ല, നമുക്ക് മനസ്സിലാവില്ല എവിടെയാണ് ക്രിയേറ്റ് ചെയ്യണം, എന്താ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ. സോ ഫസ്റ്റ് വേരിയബിൾ എപ്പോഴും ആ ഒരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യുക, ലൈക്ക് ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യുക പിന്നെ യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോഡ് കുറച്ചുകൂടി ക്ലീൻ ആവും, റീഡബിൾ ആവും, പ്രെഡിക്റ്റബിൾ ആവും. ഓക്കെ, സോ വാർ ബേസിക്കലി എന്ന് വെച്ചാൽ ഹോസ്റ്റ് പ്രഷർ ഇനീഷ്യലൈസ്ഡ് ടു അൺഡിഫൈൻഡ് ആണ്, ഹോസ്റ്റിംഗ് നടക്കും, അതുകൊണ്ട് എറർ ഒന്നും വരില്ല. പക്ഷേ അൺഡിഫൈൻഡ് ഒരു ലെറ്ററിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നോട്ട് ഇനീഷ്യലൈസ്ഡ് എന്ന് പറയാൻ പറ്റും. നമുക്കത് ആക്സസ് ചെയ്യണ മുമ്പ് ലൈക്ക് ഡിക്ലെയർ ചെയ്യണ മുമ്പ് ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് എറർ വരും. ഓക്കെ, സോ മോഡേൺ ജാവാസ്ക്രിപ്റ്റിൽ ലെറ്ററിംഗ് കോസ്റ്റാണ് കുറച്ചുകൂടി ക്ലീൻ അല്ലെങ്കിൽ സേഫ് മെത്തേഡ് നമുക്ക് പറയാൻ പറ്റും. എന്തായാലും നമ്മൾ പറയുന്നു വാർ അവോയ്ഡ് ചെയ്യുക, നിങ്ങളുടെ സ്ക്രിപ്റ്റ് നിങ്ങളുടെ ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്ന ടൈമിൽ വാർ എന്തായാലും അവോയ്ഡ് ചെയ്യുക. അത് കുറച്ച് കൺഫ്യൂസിങ് ബിഹേവിയർ ആണെന്ന് നമുക്ക് പറഞ്ഞു നിർത്താം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പ് അപ്പ് ചെയ്യാണ്. താങ്ക്സ് എ ലോട്ട്, ബൈ.